ഈ കഴിഞ്ഞ ദിവസം ഈ ഫേസ്ബുക്കില് നമ്മൾ ഈ മുളന്തുരുത്തി സുന്നതോസിനെ സംബന്ധിച്ച് ലൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പല പേജുകളിലും കുരുക്കൾ പൊട്ടി ഒലിക്കുന്നതായിട്ടും അവർക്ക് വലിയ വിഷമമായി പോയി. അയ്യോടാ, അറിഞ്ഞില്ല അത്രയും വിഷമം വരുമെന്ന്. അതുകൊണ്ട് ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ എഴുതി തള്ളി വിടുകയാണ്. അപ്പൊ അതിനകത്ത് അവര് പറയുന്ന ഈ പാത്രിർക്കീസ് ബാവയ്ക്ക് കേരളത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പാത്രിർക്കീസ് ബാവയ്ക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഇതുവഴി വന്നപ്പോൾ ഞങ്ങളൊന്ന് സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുവഴി പോയപ്പോൾ ഞങ്ങള് ഒന്ന് ഒരു കസേര കൊടുത്തു എന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോ ചുമ്മാ കസേര കൊടുത്ത ആളാണോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ നിങ്ങളിപ്പോ സ്ക്രീനെ കാണുന്നത് അമാലോകിയ. ഇത് ഔഗേൻ ബാവ സ്വന്തം കൈപ്പടൽ എഴുതിയ അമാലോകിയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റണമല്ലോ. വായിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. കയ്യക്ഷരമാണ്. ബസേലിയസ് ഔഗേൻ ദ ഫസ്റ്റ്. മുകളിൽ നിങ്ങൾക്ക് ഒരു സീല് കാണാം. താഴെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ആയ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ ആമേൻ. പൗരസ്ത്യ കാതോലിക്ക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ബലഹീനനായ ഔഗേൻ തിമോത്തിയോസ് മെത്രാപ്പോലിത്തെ ആകുന്ന ഞാൻ ഈ പരിശുദ്ധ മദ്ബഹായുടെ മുമ്പാകെയും ഈ സുന്നോദോസിന്റെ മുമ്പാകെയും അതിന്റെ അധ്യക്ഷനായ അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും ശ്ലൈഹിക സിംഹാസനത്തിന്റെ പാത്രിയർക്കീസും ശ്രേഷ്ഠ മഹാപുരോഹിതനുമായ മോറാൻമാർ ഇഗ്നാത്യോസ് യാക്കൂബ് തൃതീയൻ മുൻപാകെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ ഇത് കയ്യക്ഷരമായതുകൊണ്ട് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. വായിക്കുന്ന എനിക്കും കാണുന്ന നിങ്ങൾക്കും അല്പമല്ലാത്ത ബുദ്ധിമുട്ട് ഉണ്ട് എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതിനൊരു പരിഹാരമായിട്ട് നമുക്ക് ഇതിന്റെ ചില നല്ല അക്ഷരത്തിൽ ഇവിടെ എങ്ങാണ്ടോ നോക്കാം. ഇതാണ് ഔഗേൻ ബാവയുടെ സത്യപ്രതിജ്ഞാവാചകം. ഇനി ഇതിനെപ്പറ്റി നമ്മുടെ ദിയസ്കോറോസ് തിരുമേനി ഒന്ന് പറയണം. ചുമ്മാ കേൾക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ആ കമന്റ് ഇട്ട് കളിക്കുന്ന പിള്ളേരുണ്ടല്ലോ, കമന്റ് അല്ല പോസ്റ്റ്, കുറച്ച് ഫേക്ക് പേജുകളുണ്ട്. ആ ഫേക്ക് പേജുകളില് പത്രോസ്തുതിയും പാത്രിർക്കീസ് ബാവ ഇങ്ങനെ ഇതുവഴി പോയപ്പോ വന്നതല്ലേ എന്നോർത്ത് എന്നാ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ഞങ്ങള് ഇരുത്തി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അവര് ഇത് വായിച്ചിട്ട് അവരും കേൾക്കണം. ഇവിടെ നിങ്ങൾ നോക്കുക, ഔഗേൻ ബാവയുടെ സത്യപ്രതിജ്ഞാ വാചകം. കാതോലിക്ക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ബലഹീനനും എളിയവനുമായ ഔഗേൻ മാർ തിമോത്തിയോസ് എന്ന ഞാൻ പരിശുദ്ധ മദ്ബഹായുടെ മുമ്പാകെയും ഈ സുന്നോദോസിന്റെ മുമ്പാകെയും ഈ സുന്നോദോസിന്റെ തലവനായ അന്ത്യോക്യയുടെയും പൗരസ്ത്യ ദേശം മുഴുവന്റെയും പാത്രിർക്കീസായ നിതാന്തവന്യ ദിവ്യ മഹാമഹിമ ശ്രീ മോറാൻമാർ ഇഗ്നാത്യോസ് യാക്കോബ് തൃതീയന്റെ മുമ്പാകെയും എന്റെ തലവൻ പാത്രിർക്കീസ് ആണെന്നും പരിശുദ്ധ സ്ലീഹന്മാരുടെ തലവനായ മോർ പത്രോസ് മുതൽ അങ്ങ് വരെയുള്ള അങ്ങയുടെ പരിശുദ്ധ സിംഹാസനത്തിൽ വാണിട്ടുള്ളവരും അങ്ങേക്ക് ശേഷം ഇനി വാഴുന്നവരുമായ എല്ലാ കാനോനിക പാത്രിർക്കീസുമാരെയും സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിച്ചേറ്റു പറയുന്നു. അന്ത്യോക്യയുടെ പരിശുദ്ധ സിംഹാസനവുമായുള്ള എന്റെ ബന്ധം ഒരിക്കൽ കൂടെ ഞാൻ ഏറ്റുപറയുന്നു. ഈ സത്യപ്രതിജ്ഞയിൽ നിന്ന് ഒരു നാളും ഞാൻ വിട്ടുപോകുന്നതല്ലെന്ന് ഇതിനാൽ ദൈവ തിരുമുമ്പാകെ ഭക്തി പുരസരം ആണയിട്ട് പറയുന്നു. ഇത് കേട്ടോ, ഇത്തരത്തിൽ വ്യാജമായിട്ട് സത്യം ചെയ്യാൻ ആർക്കാണ് പറ്റുന്നത് ലോകത്തിൽ? അങ്ങനെ സത്യപ്രതിജ്ഞാ വിരുദ്ധമായി പ്രവർത്തിക്കാൻ, മനസാക്ഷിയെ വഞ്ചിക്കുവാൻ ഈ സൂര്യന് കീഴിൽ കഴിയുന്ന ഏക വിഭാഗമുണ്ടെങ്കിൽ ആ വിഭാഗത്തിന്റെ പേരാണ് കഞ്ഞിക്കുഴി ഓർത്തഡോക്സ് സഭ. ഇത്രയും നെറികേടും
ഇത്രയും വഞ്ചനയും ലോകത്ത് വേറെടുത്തും കാണാൻ പറ്റില്ല. ലോക വിശ്വസാഹിത്യം ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും ഇങ്ങനത്തെ ചതി നമ്മൾ കണ്ടിട്ടില്ല. എത്രയോ ഭീതിതമായ രക്തമുറഞ്ഞു പോകുന്ന തരത്തിലുള്ള ക്രൂരതകളുള്ള നോവലുകളും സിനിമകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഇതുപോലത്തെ ചതിയില്ല. ഇതാണ് ഏറ്റവും വലിയ ചതി. അപ്പൊ ഇവിടെ ഷൈലോക്ക് കുമാർ മാറി നിൽക്കും, ഇയാഗോ മാർ ഇവർ കണ്ടാൽ സല്യൂട്ട് അടിക്കും. അത്ര കൗശലവും ക്രൂരതയും മരവിച്ച മനസാക്ഷിയും ആയിട്ട്. കാരണം ഇത് ദൈവനാമത്തിൽ നടത്തുന്ന സത്യപ്രതിജ്ഞയാണ്. അപ്പൊ ഇങ്ങനെയൊരു ബന്ധമില്ല എങ്കിൽ, അന്ത്യോക്യ സഭയുമായിട്ട് ആ സിംഹാസനവുമായിട്ട് ഇങ്ങനെയൊരു ബന്ധമില്ലെങ്കിൽ ഈ കാണുന്നതൊക്കെ എന്താണ്? നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ?